ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? റംസാൻ സ്പെഷ്യലായിട്ട് നമുക്കൊരു ഗ്രീൻ ചിക്കൻ ഗ്രിൽ ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ 6 ചിക്കൻ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ഹാഫായിട്ട് ഒരു ചിക്കൻ രണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റംസാനായിട്ടുള്ള ഗ്രീൻ ചിക്കനാണ്. ഓക്കെ, ഗ്രീൻ ഗ്രിൽ ചിക്കനാണ്. കണ്ടല്ലോ, അപ്പോൾ അതിന് നമുക്ക് മസാലകൾ നോക്കാം. മസാലകൾ നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. മസാല അടിക്കണം. മസാല അടിച്ചതിന് ശേഷം നമുക്ക് ഇതൊക്കെ തയ്യാറാക്കേണ്ടതുള്ളത്. ഞാൻ ഇതുപോലെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു ജാർ എടുത്ത് ആ ജാറിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ എടുത്തിട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നാരങ്ങ ജ്യൂസ്, നാരങ്ങ ജ്യൂസ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ചിക്കൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ അതിൽ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടല്ലോ, പുതിന, പുതിന, മല്ലി. ഇത് ബ്ലണ്ടർ ഇതിൻ്റെ ജാർ അതിലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചിക്കൻ ആയതുകൊണ്ട് തൈര് ചേർത്ത് കൊടുക്കണം. ഒരു 4 ടീസ്പൂൺ തൈര്, 6 ചിക്കൻ ഉള്ളതുകൊണ്ട് 4 ടീസ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് കുറച്ചൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിനകത്തോട്ട് നമ്മൾ മല്ലിയില കുറേശ്ശെ എല്ലാം കൂടെ ഒന്നിച്ച് കുത്തി ഇറക്കരുത് കേട്ടോ. അപ്പം ബ്ലണ്ടറും ഇല്ലാതാകും, പെട്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കി ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ടിട്ട് അടിക്കുന്ന സമയത്ത് ഇതുപോലെ കുറേശ്ശെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമുക്ക് പെട്ടെന്ന് അടിച്ച് കിട്ടാൻ പറ്റിയ എളുപ്പം. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കണം നിങ്ങൾ. അല്ലെങ്കിൽ ബ്ലണ്ടറും പാഴി പോകുമ്പോൾ ഒരിക്കലും അടിച്ച് കിട്ടത്തുമില്ല. ഒരു കഷ്ണം സവാളയും കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഒരു തുണ്ടാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്താലേ ചിക്കൻ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അതാണ് ഇങ്ങനെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ അടിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇവിടെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ എടുത്ത് നമ്മളെ ചിക്കനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നമ്മളെ ചിക്കൻ ഇരിക്കുന്നുണ്ട്. ചിക്കനിലോട്ട് നമുക്കിതൊന്ന് അടിച്ച മസാല എടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ഗ്രീൻ കളറായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി ഫ്രിഡ്ജിനകത്തോട്ട് വെക്കണം. ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് വെച്ചാലും ഏറ്റവും നല്ലതാണിത്. ഓവർനൈറ്റ് വെക്കുന്നതും വളരെ ടേസ്റ്റിയായി കിട്ടുന്ന മസാലയാണിത്. അപ്പോൾ നിങ്ങളിഷ്ടം സമയമുള്ള അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. മസാല നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ പോകുന്നത്. നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കാം. ഞാൻ 6 ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. റംസാനായതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ വേണം. നിങ്ങളതനുസരിച്ച് എടുക്കുക. ഇനി കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. കണ്ടോ, നമ്മളെ മസാല ഇവിടെ തയ്യാറായി. ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് സമയമുള്ള കണക്ക് വെക്കുക. എങ്കിലും ഒരു 3 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം ഇത് ഗ്രില്ല് ചെയ്യാവൂ. നമ്മൾ മസാല ആക്കി വെച്ചാൽ ചിക്കൻ ഗ്രില്ല് കണ്ടല്ലോ, ഗ്രീൻ ചിക്കൻ ഗ്രില്ലാണ്. നെറ്റിലോട്ട് നമുക്കൊന്ന് അടുക്കി വെക്കാം. ഗ്രില്ല് ചെയ്യാൻ ഇതിന് നെറ്റിലോട്ട് ഒന്ന് അടുക്കി വെക്കാം. കണ്ടോ, ഇത് ഗ്ലാസ് ഒന്നും ഇട്ടില്ല. നല്ല കളറായില്ല, മസാല കളയില്ല കേട്ടോ. കണ്ടോ, ഞാൻ ഗ്രില്ല് ഇതിനകത്തോട്ട് അടുക്കി 2 സവാള അതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെറ്റ് ക്ലോസ് ആക്കാൻ പോകുന്നു. കണ്ടല്ലോ, ഇനി പുറത്ത് ഇത് കരി ഇട്ടിട്ടാണ്, കരിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. കണ്ടല്ലോ, എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത്ര നമ്മൾ ഗ്രിൽ ചെയ്ത ചിക്കൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് ഗ്രിൽ ചിക്കൻ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.